Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ barriers of selection ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കുറച്ച് പോയിന്റ്സും കൂടി പറയാനുണ്ട്, 2 പോയിന്റ്സും കൂടി നമുക്ക് അതിൽ പറഞ്ഞു തീർക്കാനുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു നാം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്? Diversity of the selection approaches, changing organizational environment, time and cost expenses, perception, fairness, validity. ഇവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Okay. In 7th point, reliability. An interview is said to be reliable only when it is generating constant result again and again the simultaneous situations. Similar to a validated test, a reliable test may fall short to forecast the job performance accurately. Reliability എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ്, ടെസ്റ്റ് ക്യാൻ ബി റിലയബിൾ ആവണമെങ്കിൽ എന്താണ്, അതിനെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലെ? അല്ലെങ്കിൽ നമുക്കിത് എന്താണ്, ഈ വാലിഡിറ്റി നമ്മൾ ഈ റിലയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ അത് കറക്റ്റ് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. For example, നമുക്ക് നോക്കാം, maths test might constantly measure a person's calculation skills but not predict how well they will work with a team or handle job stress. അപ്പൊ എന്താണ്, ഒരു മാത്സ് ടെസ്റ്റ് അല്ലെ, ഒരു കുട്ടി എന്താണ് ഒരു മാത്സ് ടീച്ചർ ആകുമ്പോൾ എന്താണ്, മാത്സ് ടെസ്റ്റില് അവിടെ എന്താണ് നല്ല രീതിയിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടും ആ കുട്ടിക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ, മാത്സ് ആണെങ്കിൽ. ഇനി എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടോ അറിയില്ല. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ അയാൾക്ക് അറിയാൻ പറ്റും, അയാൾ പഠിച്ച കാര്യങ്ങള്. പക്ഷെ വേറൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടോ സാധിക്കുന്നില്ല. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ടെസ്റ്റിൽ എന്താണ് നല്ല രീതിയിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് നമ്മുടെ ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അങ്ങനെ കൂടുതൽ മാർക്ക് കിട്ടി, ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള ഫ്യൂച്ചർ ആയിട്ടുള്ള പെർഫോമൻസ് അയാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യാതെ കറക്റ്റ് ആയിട്ട് കൂടുതൽ മാർക്ക് കിട്ടിയ ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, ഫ്യൂച്ചറിൽ അത് ബരിയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇനി എന്താണ് pressure on selectors. Sometimes the candidate are selected only because of the pressure creates on selectors by the politicians, bureaucrats, relatives, friends, and peer for selection purpose. Obviously, the candidate is selected are not well fit for the job. Generally, the selection meeting of a public sector undertaking take place because of this pressure. അപ്പൊ എന്താണ്, ചില കമ്പനീസിലോട്ട് അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടൊക്കെ ആളുകളെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ചിലരുടെയൊക്കെ സമ്മർദ്ദം മൂലമായിരിക്കും അല്ലെ, പൊളിറ്റീഷ്യൻസിന്റെ വരാം, ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലം നമ്മൾ എടുക്കാറുണ്ട് അല്ലെ നമ്മുടെ കമ്പനിയിലേക്ക്. ഇപ്പോ നമ്മൾ പറയാം, ഇപ്പോ ടീച്ചേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത മാനേജ്മെന്റ് കോട്ടയിലൊക്കെയാണ്. അപ്പൊ അവരെന്താണ് കൂടെ അറിയാവുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ഫാമിലീസിലുള്ള ആളുകൾ ബി.എഡ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് കുറച്ച് പൈസ കിട്ടി അല്ലെ, പൈസ തന്നുകൊണ്ട് നമുക്ക് ഈ സ്കൂളിലൊക്കെ കയറാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ മാനേജ്മെന്റ് കോട്ടയില്. പക്ഷെ നമ്മളത് പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ആളുകളെ സെലക്ട് ചെയ്യും. പക്ഷെ അവർക്ക്
നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ സ്കില്ലുകൾ ഉണ്ടോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ കുറെ ആളുകളുടെ സമ്മതം മൂലം അല്ലെ, പൊളിറ്റീഷ്യൻസിന്റെ വരാം, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, പിയേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലവും ഈ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെലക്ടേഴ്സിന് എന്താണ് കൂടുതലും സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതും എന്താണ് ബരിയർ ആയിട്ടാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബരിയർ എന്ന് പറയുന്നത്. റിലയബിലിറ്റി, പ്രഷർ ഓൺ സെലക്ടേഴ്സ്. Okay, difference between recruitment and selection. Okay, ഒരു എന്താ ബോക്സ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ബേസിസ് ഓഫ് ഡിഫറൻസ്, റിക്രൂട്ട്മെന്റ്, ലാസ്റ്റ് ബോക്സിൽ എന്താണ്, സെലക്ഷൻ ആണ്. ഓക്കെ, ബേസിസ് നോക്കിയേ, സ്വീക്കൻസ്. ഫസ്റ്റ് വൺ സ്വീക്കൻസ് ആണ്. റിക്രൂട്ട്മെന്റ് എന്താണ്, റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ബിഫോർ സെലക്ഷൻ പ്രോസസ്. അപ്പൊ എന്താണ്, സെലക്ഷന് മുമ്പ് നടത്തുന്ന ഒരു പ്രോസസ് ആണ് ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എങ്ങനെയായിരിക്കും, നേരെ മറിച്ചായിരിക്കും അല്ലെ. സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ആയിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താണ്, the main objective of recruitment is attract the maximum number of potential applicants in order to get large applications. ഒരു കമ്പനിയില് എന്താണ് കൂടുതൽ വേക്കൻസി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കത് യോജിച്ചതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ അയക്കും അല്ലെ. അപ്പോ റിക്രൂട്ട്മെന്റിൽ എന്താ പറയുന്നത്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ലാർജർ അപ്ലിക്കേഷൻസിൽ നിന്ന് അട്രാക്ട് ചെയ്യിപ്പിച്ച് അല്ലെ, എന്താണ് അപ്ലിക്കേഷനെ അട്രാക്ട് ചെയ്യിപ്പിച്ച് മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയേ. The main objective of a selection is to choose the best suitable candidate from the applicant pool. അല്ലെ, എന്താണ് അപ്ലിക്കൻസിൽ നിന്ന് കുറെ ആളുകൾ വരും, അതിൽ നിന്ന് റിക്രൂട്ട്മെന്റിലൂടെ കുറെ ആളുകൾ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെയാണ് ചൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി എന്താണ് പ്രോസസ്, എന്താണ് റിക്രൂട്ട്മെന്റ് ഈസ് കോൾഡ് പോസിറ്റീവ് പ്രോസസ്. എന്താണ് പോസിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാല്, ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ ലാർജ് പൂൾ ഓഫ് അപ്ലിക്കേഷൻസ്. എന്താണ്, നമ്മൾ എത്ര അപ്ലിക്കേഷൻസ്, എത്ര ആളുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി സെലക്ഷൻ ആവുമ്പോ എന്താ പറയുന്നത്, സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് വിച്ച് റിജക്ട് ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആൻഡ് ഓൺലി ഫ്യൂ ബെസ്റ്റ് അപ്ലിക്കൻസ് ആർ സെലക്ടഡ് ഫോർ ദ ജോബ്. അപ്പൊ എന്താണ് സെലക്ഷനിലെ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാനായിട്ടുള്ള കാരണം, നമുക്ക് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു വേക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും, അതിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തി, ചിലപ്പോ ഒരാളെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലെ. അതാണ് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് എന്താണ്, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ നോട്ട് വെരി കോംപ്രിഹെൻസീവ് ആൻഡ് therefore there is no more requirement of a person with a highly skilled persons. അപ്പോ ഇവിടെ ഇവിടെ പറയുന്നത് എന്താണ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഹൈ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഇവിടെ ആവശ്യമില്ല എന്നാ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, സെലക്ഷനില് very specialized method are required in the selection process. നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്, therefore these process only skilled persons like experts of a selection test conduct an interview and are
കൺസിഡേർഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഈ റിക്രൂട്ട്മെന്റില് ലാർജ് അപ്ലിക്കേഷൻസ് നിന്ന് ആളുകളെ അട്രാക്ട് ചെയ്തെടുക്കുന്നു അല്ലെ. വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോസസ് ഒന്നുമല്ല. ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ആവശ്യമായിട്ട് വരുന്നില്ല, നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സെലക്ഷനിൽ എന്താ പറയുന്നത്, നമ്മൾ ഒരാളെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മള് ഇന്റർവ്യൂസ് നടത്തി പല പല രീതിയിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്നും പല എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ അതാണ് അവിടെ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇനി എന്താണ് സർവീസ് കോൺട്രാക്ട്. സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ഔട്ട്കം ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സർവീസ് കോൺട്രാക്ട് അല്ല. പിന്നെ എന്താണ് there is a service contract between employer and the selected candidate. ഒരു കോൺട്രാക്ട് ഉണ്ട് അല്ലെ. ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ഉണ്ടാകുന്നുണ്ട്. എന്താണ് നമ്മൾ ജോബ് ഓഫർ ഒക്കെ കൊടുത്ത് അല്ലെ, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്താണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ, കാൻഡിഡേറ്റ് തമ്മിൽ ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതിന്റെ റിസൾട്ട് നോക്കിയാൽ ഇനി എന്താണ് റിസൾട്ട്, recruitment result in the recruitment result in pool of applications which serves as an input for the purpose of the selection. Recruitment എങ്ങനെയാണ്, റിക്രൂട്ട്മെന്റിലൂടെ ഒരു ഇൻപുട്ട് ആണ്, സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻപുട്ട് ആണ് കൊടുക്കുന്നത് അല്ലെ, സെർവ് ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിലൂടെ ഒരു ഇൻപുട്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനിയിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻപുട്ട് ആണ് റിക്രൂട്ട്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ റിസൾട്ട് എന്താണ്, സെലക്ഷൻ പ്രോസസ് result in the form of selecting the final candidate who will get the job offer. അല്ലെ, നമ്മളൊരു ഫൈനൽ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് അവർക്ക് ജോബ് ഓഫർ കൊടുത്തിട്ട് അല്ലെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സെലക്ഷന്റെ റിസൾട്ട് ആയിട്ട് പറയുന്നത്. നമ്മള് ഡിസിഷൻസ് എടുത്ത് പല പല എന്താണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂസ് നടത്തി അതിനകത്ത് നിന്ന് സെലക്ഷൻ ഡിസൈൻ അല്ലെ ഫൈനൽ ഡിസിഷൻ എടുത്തുകൊണ്ട് ജോബ് ഓഫർ കൊടുത്തിട്ടാണ് സെലക്ഷൻ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. ഡിഫറൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബോക്സ് ഒന്ന് വായിക്കാം.
Okay, next നോക്കാം. Next topic ആണ് induction or orientation. Okay, the meaning and definition of orientation നോക്കാം. The process of making new employees familiar with the present employees and practices of the organization is termed as orientation or induction. Underline ചെയ്യാം. Induction എന്താണെന്നുള്ളതാണ് the process of making new employees familiar with the present employees and practices of the organization is termed as orientation. All the activities of introducing the new candidate to the organization and his department and are involved in the induction process. അപ്പോൾ നമ്മളൊരു കമ്പനിയിലേക്ക് പുതിയൊരു എംപ്ലോയീസിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് എന്താണ് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ? ആദ്യമായിട്ട് ഇപ്പൊ നമ്മളായാലും ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡ്യൂട്ടീസ് ആയിരിക്കാം, നമ്മുടെ പോസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരൊക്കെ ആയിരിക്കും അല്ലെ, നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. അപ്പം ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഇനി എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി on company's history, health and safety, company policy and a measure, and it often used as a means of effective learning and department. എന്താണ് ഒരു എന്താ പറയാ, it is the type varies based on the individual companies. ഇനി ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്താണ് കമ്പനിയുടെ ഹിസ്റ്ററി, കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, അതിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പനി പോളിസീസ്, ഗൈഡ് ലൈൻസ്, ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് കമ്പനി പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെ, ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മേലധികാരികൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആ വ്യക്തിഗത കമ്പനികളനുസരിച്ച്, ഇൻഡിവിജ്വൽ കമ്പനീസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. Each company should make use of the subject matter to go well with its own specific needs. It becomes the necessity that the introduction training program is well planned and presented in a structured, appealing and useful manner regardless of size. Appropriate induction training is mainly the legal necessity. It is the formal duty of the employers to give fresher employees all significant information and training associated with the job and mainly related to health and safety. അതുപോലെ തന്നെ എന്താണ് വലിപ്പം പരിഗണിക്കാതെ തന്നെ എന്താണ് ആമുഖ പരിശീലന പരിപാടികൾ നന്നായിട്ട് ആസൂത്രണം ചെയ്യുകയും ഘടനാപരവും ആകർഷകവും
ഉപയോഗപ്രദവുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യകതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താണ് ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ വരുന്ന കാൻഡിഡേറ്റ്സിന് അല്ലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന കാൻഡിഡേറ്റ്സിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ നിയമങ്ങള് അല്ലെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസുകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവരൊക്കെയാണ് നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മള് വർക്ക് ചെയ്യുന്ന ഏരിയയെ നമ്മൾ പരിചയപ്പെടുത്തുക, അതുപോലെ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉചിതമായിട്ടുള്ള ഇൻഡക്ഷൻ പരിശീലനം പ്രധാനമായും നിയമപരമായിട്ടുള്ള ഒരു ആവശ്യകതയാണ് അല്ലെ. നമുക്കറിയാം, ഉചിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ജോലി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് പേടിയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചിലപ്പോ അറിയാൻ പറ്റില്ല. നമുക്ക് തന്നെ ആയാലും നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പേടിയില്ലാതെയും അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താണ് ഒരു മോട്ടിവേഷൻ പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി രണ്ട് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു റോബർട്ട് എൽ മാറ്റിസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ. Orientation is the process of planned introduction of employees to their job, their co-workers and the organization. ജീവനക്കാരെ അവരുടെ ജോലികളിലേക്കും സഹപ്രവർത്തകരിലേക്കും സ്ഥാപനത്തിലേക്കും ഒരു സൂത്രിതപരമായിട്ട് പരിചയപ്പെടുത്തുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, മേലധികാരികൾ അല്ലെങ്കിൽ മാനേജേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് നൽകുന്നത്. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ആരാണ്, നമ്മുടെ ജോലി എന്താണ്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തി തരും. അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, റോബർട്ടിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. അതുപോലെ കോവർക്കേഴ്സ് അല്ലെ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തി തരും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരുന്നതിനെയാണ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഗ്യാരി ഡേസ്ലെയറുടെ അഭിപ്രായത്തിൽ എന്താണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല്, ഓറിയന്റേഷൻ ഈസ് എ പ്രൊസീജിയർ ഓഫ് പ്രൊവൈഡിങ് ന്യൂ എംപ്ലോയീസ് വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫേം അല്ലെ. അത് തന്നെയാണ് അല്ലെ, ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെ. പുതിയ ജീവനക്കാർക്ക് സ്ഥാപനത്തെ കുറിച്ചുള്ള അടിസ്ഥാന പശ്ചാത്തല വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് എന്ത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. തന്നെയാണ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് പുതിയ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിലുള്ള നടപടിക്രമങ്ങളെ. പുതിയ എംപ്ലോയീസ് വരുമ്പോ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ നടപടിക്രമത്തിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് വായിച്ചു നോക്കി ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താണ്, ആ രണ്ട് ഡെഫിനേഷനും പഠിച്ചു വെക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ആണ്, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഇതാരുടെ ഡെഫിനേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ, ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയേ. Induction is carried out for the following purposes. First one, formally welcoming employees. ആണല്ലേ, നമ്മൾ എന്താണ് ഒരു ഫോർമൽ ആയിട്ട് അവരെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. Induction programs are considered by management of various organizations as an event to create fresh employees formally through the procedures. അല്ലെ, എങ്ങനെയാണ് നമ്മൾ ആദ്യം അവരെ വെൽക്കം ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ വർക്കിംഗ് ഏരിയാസ്, നമ്മുടെ ഡ്യൂട്ടീസ്, ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മൾ അവരെ എതിരേൽക്കുക, വെൽക്കം ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്, അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ഓർ ഹെസിറ്റേഷൻസ്. ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഓവർകം ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് ഇനീഷ്യൽ ആയിട്ട് വരുന്ന, ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയിൽ കയറി ചെല്ലുമ്പോൾ കുറെ അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മടി അല്ലെ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഇനീഷ്യൽ ടെൻഷൻ ഇൻ ന്യൂ എംപ്ലോയീസ് കൺസേണിങ് ദ ഓർഗനൈസേഷൻ ഈസ് കോമൺ അല്ലെ. ഇനീഷ്യൽ ആയിട്ടുള്ള ടെൻഷൻ, അയ്യോ എന്തായിരിക്കും, ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ആരൊക്കെയായിരിക്കും, അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കും, ഞാൻ എവിടെയായിരിക്കും, ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ ടെൻഷൻ ആയിരിക്കും. ഞാൻ എന്ത് ഡ്യൂട്ടി ആയിരിക്കും ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് നമ്മള് എന്താണ് ഫസ്റ്റ് ഡേ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. When this nervousness is not handled properly, it might result in creation of a negative perception about the organization and ultimately lead to dissatisfaction and hostility. This initial nervousness and hesitations can be easily tackled through orientation. ഇവിടെ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ഈ നെർവസ്നെസ് ഉണ്ടാവും. ആ നെർവസ്നെസ് ഒക്കെ നമ്മൾ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താണ്, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ എംപ്ലോയീസിന്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുകളാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെയും നമ്മുടെ ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരാനായിട്ട് ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വർക്ക് ഓവർലോഡ് ആയിട്ട് കരുതാം. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ട് മടി കാണിക്കുമല്ലോ. നമ്മൾ വീണ്ടും ആ ഓർഗനൈസേഷനിലേക്ക് പോകണമല്ലോ. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ഒരു 3 മാസം 6 മന്ത് ഒക്കെ നിന്നിട്ട് നമ്മള് എന്താണ് റിസൈൻ ചെയ്ത് പോവാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും പല ആളുകൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെ ആ ടെൻഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് വീണ്ടും എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി വീണ്ടും ആ ഓർഗനൈസേഷനിലേക്ക് വരാനായിട്ടും മടിയൊക്കെ കുറയ്ക്കാനായിട്ടും ഒരു എന്താണ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ പേടിയൊക്കെ ടെൻഷൻ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇടവരുന്നുണ്ട്. പിന്നെ എന്താണ്, എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ. The organization enables the new employees to know about the job, department, organization and people. For example, the organization can provide training and department programs for enhancing career opportunities and give information about the
growth prospects available to the employees. In return, the organization can also get information about the employees, their background and their individual career plans. ഇവിടെ പറയുന്നത് എന്താണ്, എക്സ്ചേഞ്ച് ഇൻഫർമേഷൻസ്. ഈ എംപ്ലോയീസും അതുപോലെ തന്നെ ഓർഗനൈസേഷനും തമ്മിലുള്ള ഓർഗനൈസേഷൻ ഇൻഫർമേഷൻസ് ആയാലും കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആയാലും ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ ഇൻഫർമേഷൻസ് എംപ്ലോയീസിന് അറിയാൻ പറ്റുന്നുണ്ട്, എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനും അറിയാനായിട്ട് ട്രെയിനിങ്ങിലൂടെ ഇടവരുന്നുണ്ട്. ഓക്കെ, ഓർഗനൈസേഷൻ എന്താണ്, എംപ്ലോയീസിന്റെയും അതുപോലെ തന്നെ എംപ്ലോയറുടെയും എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാനായിട്ട് പരസ്പരം അവർക്ക് ഇപ്പൊ എന്തെങ്കിലും കാൻഡിഡേറ്റിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലോ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഈ എംപ്ലോയറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഓർഗനൈസേഷനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റിന് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ എല്ലാ വിവരങ്ങളും ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ അറിയാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആയാലും അതുപോലെ എഡ്യൂക്കേഷണൽ കാര്യങ്ങളായാലും എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ കൈമാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അസസിങ് എംപ്ലോയീസിനെ വിലയിരുത്തൽ അല്ലെ. ഈവൻ ദോ ദ സെലക്ഷൻ process has assessed the training need of the employer beforehand, election gives the organizations another chance to repeat it. അപ്പൊ എന്താണ്, എംപ്ലോയീസിനെ വിലയിരുത്താനായിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകള് അതുപോലെ തന്നെ സപ്പോർട്ടുകള് മോട്ടിവേഷൻസുകൾ നൽകുന്നതിലൂടെ എംപ്ലോയീസിനെ നമുക്ക് റീഅസസ് ചെയ്യാൻ പറ്റും. എന്താണ്, നമുക്ക് എംപ്ലോയീസിന്റെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ സ്കിൽസുകള് അതുപോലെ നോളജുകള് നമുക്ക് എക്സീഡ് ചെയ്തുകൊണ്ട് അവരുടെ റോള് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കമ്പനീസിന്റെ ഉള്ളില് ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് അവിടെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് എംപ്ലോയീസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിലൂടെ അവരുടെ നോളജ് സ്കില്ല് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ റീഅസസ് ചെയ്യാൻ വിലയിരുത്താനായിട്ട് ഓരോ പീരിയോഡിക്കലും അവരെ വിലയിരുത്തി അവരുടെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അസസിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, അക്ലിമറ്റൈസിങ് എംപ്ലോയീസ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്ലിമറ്റൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പൊരുത്തപ്പെടുന്നത് പൊരുത്തപ്പെടുക. അപ്പൊ എംപ്ലോയീസിന്റെ ആ പൊരുത്തപ്പെടൽ എങ്ങനെയാണെന്ന് നോക്കിയേ. ഇൻഡക്ഷൻ പ്രോഗ്രാംസ് മേക്ക് ഇറ്റ് possible for the organization to educate the employees about the fundamentals of the job, safety precautions to be used, and to make them accustomed to other services of the organizations. ഇവിടെ പറയുന്നത് ഈ എംപ്ലോയീസിനെ പുതിയതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന എംപ്ലോയീസിന് എന്താണ്, നമ്മൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ അവിടുത്തെ ആ ഫണ്ടമെന്റൽ രീതിയെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അവിടെ ഏതെല്ലാം രീതിയിൽ ഏതൊക്കെ പോളിസിയിലൂടെയും പ്രൊസീജിയറിലൂടെയും ഗൈഡ്ലൈൻസിലൂടെയൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് എന്താണ് എംപ്ലോയീസിന് അറിയാൻ പറ്റുന്നതിലൂടെ ആ വർക്കിംഗ് എൻവയോൺമെന്റുമായിട്ട് അദ്ദേഹം പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓരോ കാര്യങ്ങളും ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന് ട്രെയിനിങ് പോലെ കൊടുക്കുന്നതിലൂടെ തന്നെ ആ വർക്കിംഗ് എൻവയോൺമെന്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പൊരുത്തപ്പെടുന്നുണ്ട്. ഓക്കെ, പോളിസീസ് ആയാലും ഗൈഡ്ലൈൻസ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ വർക്ക് ചെയ്യണം, ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ ഏതൊക്കെ പോളിസിയിലൂടെ പോകണം, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ്ങുകൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ തന്നെ ആ എംപ്ലോയീസിന് വർക്ക് എൻവയോൺമെന്റ് ആയിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി കൺട്രോൾ ദ HR കോസ്റ്റ്. ഇഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം ആർ നോട്ട് ദർ, then employees have to learn everything by themselves. ഇനി എന്താ പറയുന്നത്,
എന്താ പറയുന്നത്, ഇൻഡക്ഷൻ പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആളുകള് നമ്മുടെ കാൻഡിഡേറ്റ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടത്, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. പഠിച്ചിട്ട് വേണം നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ആൻഡ് ദിസ് മൈറ്റ് ഇൻക്രീസ് ദ ഓർഗനൈസേഷൻ എക്സ്പെൻസസ് ഓഫ് ലേണിംഗ്. ഇറ്റ് വിൽ കോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് വർക്ക് ഡിസ്റ്റർബൻസ്. അപ്പൊ നമ്മളിങ്ങനെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതിലൂടെ കുറെ എക്സ്പെൻസസ് ആവുന്നുണ്ട് ഓർഗനൈസേഷൻസിന്. എന്തൊക്കെയാണ്? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ റിസോഴ്സസ്, വിഭവങ്ങളുടെ വേസ്റ്റേജുകൾ വരാം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ തന്നെ ചെയ്യുന്നതിലൂടെയൊക്കെ എന്താണ് കുറെ ജോലിയിൽ തടസ്സങ്ങൾ വരാനായിട്ടും കുറെ റിസോഴ്സസുകൾ, ഇപ്പോ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് എറേഴ്സ് വരാം, അപ്പൊ തെറ്റിപ്പോവാം, കുറെ വേസ്റ്റേജ് സംഭവിക്കാം. അങ്ങനെ പല റിസോഴ്സസുകൾക്കും വേസ്റ്റേജ് സംഭവിക്കാം. നമ്മൾ പഠിച്ച് വരികയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല, നമ്മൾ തന്നെ എല്ലാം കണ്ടെത്തി പഠിക്കണം. അപ്പൊ അങ്ങനെ തന്നെത്താൻ പഠിച്ച് നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേസ്റ്റേജുകൾ സംഭവിക്കുന്നുണ്ട്, കുറേയധികം എക്സ്പെൻസസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇൻ സെയിം വേ when employees are not able to meet their expectations with the reality, they might finally quit the organizations. അപ്പൊ എന്താണ് ഇങ്ങനെ എന്താണ് നമ്മള് കുറെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലല്ല, എംപ്ലോയീസിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ള രീതിയിലല്ല ഓർഗനൈസേഷൻ നമ്മൾ ജോയിൻ ചെയ്തതെങ്കിൽ അല്ലെ, നമുക്ക് അവിടെ എന്താണ് ബുദ്ധിമുട്ടാണ്. കുറേയധികം എംപ്ലോയീസ് പറയാറുണ്ടല്ലേ, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, അതിനുള്ള സാലറി കിട്ടുന്നില്ല അല്ലെ. അപ്പൊ എക്സ്പെക്ടേഷൻസിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കഠിനമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പോകുന്നില്ല എങ്കിൽ എന്താണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? റിസൈൻ ചെയ്ത് വരാനായിട്ട് ഇടവരുന്നുണ്ട്. ആസ് എ റിസൾട്ട് ദ HR department expenditure associated with the recruitment and selection also increase. ഇനി അങ്ങനെ നമ്മള് കുറെ അധികം എംപ്ലോയീസ് ഇങ്ങനെ ട്രെയിനിങ് ഉള്ള ഓരോ കാര്യങ്ങൾ തന്നെ പഠിക്കണം, എറേഴ്സുകൾ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ചിലപ്പോൾ ചീത്ത കേൾക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരുന്നുണ്ട്. ഇനി അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പോകുമ്പോ അവിടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കും അല്ലെ, വേക്കൻസി വരും. ആ വേക്കൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻസ് പുതിയതായിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി ആളുകളെ സെലക്ട് ചെയ്ത്, അപ്പൊ എന്താണ് വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസ് ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലെ, എക്സ്പെൻഡിച്ചർ വരാനായിട്ട് ഇടവരുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങള് കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. Team spirit among the colleagues is facilitated when the orientation program is conducted for a group of new employees. In addition, the capability of each member to work in a group can also be evaluated through replication of teamwork in induction programs. എന്താണ്? നമുക്കൊരു ടീം വർക്ക് ആയിട്ടല്ലേ, എന്താണ് നമുക്ക് ഒരു ടീം വർക്ക് ആയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം തരുന്നതിലൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയാലും അവരുടെ കൂടെ ഇരുന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഒരു ട്രെയിൻ വർക്കായിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാംസും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൂടെ ടീം സ്പിരിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എന്താണ് ഓരോ മെമ്പേഴ്സും എങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി, കഴിവ് ഇൻക്രീസ് ആവാനായിട്ട് ഇടവരുന്നത് ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാംസിലൂടെ. ടീം വർക്ക് ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ capability of each member to work in a group അല്ലെ, ആ ഗ്രൂപ്പില് എന്താണ് ഓരോ മെമ്പേഴ്സിന്റെയും കഴിവ് വർദ്ധിപ്പിക്കാനായിട്ടും നമുക്ക് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെന്താ? socializing employees. Socialization means the incorporating appropriate value, beliefs and standards in the employees in order to enable
them work together with formal as well as informal groups. These obligatory belief, values, and attitude that the employees are created with the help of induction program. അപ്പോൾ സോഷ്യലൈസേഷൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കമ്പനിയുടെ കൾച്ചർ, അതുപോലെ തന്നെ വാല്യൂസ്, ബിലീഫ്സുകൾ, അവർ ഫോളോ ചെയ്യുന്ന വാല്യൂസുകൾ, അവർ ഫോളോ ചെയ്യുന്ന ബിലീഫ്സുകൾ, അതുപോലെ തന്നെ എന്താണ് ഹൗ ടു വർക്ക് വിത്ത് കൊളീഗ്സ്, നമ്മൾ എങ്ങനെ നമ്മുടെ കൂടെയുള്ള അവരുമായിട്ട് ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ടീം വർക്കായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ സോഷ്യലൈസേഷൻ അല്ലെ, കമ്പനീസിന്റെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ വാല്യൂസ്, ബിലീഫ്സ്, അവർ ഫോളോ ചെയ്യുന്ന ബിലീഫ്സുകള്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ നമ്മൾ ഒരു ടീം സ്പിരിറ്റ്, ടീമായിട്ട് നിന്നുകൊണ്ട് കമ്പനിയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാം എന്നുള്ളത് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഹെൽപ്സ് ടു എംപ്ലോയീസ് അഡ്ജസ്റ്റ് ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദി ടീം. എന്താണ് അതിലൂടെ നമുക്ക് ഓരോ എംപ്ലോയീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയതായിട്ടൊരു ടീമിൽ ചേർന്നാൽ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മൾ അവരോട് അഡ്ജസ്റ്റ് ആയി പോകണം അല്ലെ. അഡ്ജസ്റ്റ് ആയി നിന്നുകൊണ്ട് കമ്പനിക്ക് പ്രയോജനം ഉണ്ടാക്കാവുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ 8 പോയിന്റ് ആണ് പഠിച്ചത്. ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ഓവർകമ്മിങ് ഇനീഷ്യൽ uneasiness and hesitation, exchange information, accessing employees, acclimatizing employees, control of HR cost, and developing the team spirit, socializing employees. വായിച്ചു കഴിഞ്ഞാൽ തമ്മിടണം കേട്ടോ.
Next നോക്കാം types of orientation. Following are the types of induction. ടൈപ്പുകളാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ഉണ്ട്, സീരിയൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിറ്റ്യൂവർ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. ആ 5 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ, അതോടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റിറ്റ്യൂവർ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂവറിന്റെ എക്സ്പ്ലനേഷൻ ആണ് 5 എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്താണ്. ഫോർമൽ ഇൻഡക്ഷൻ ഈസ് a systematic method of introducing new appointee to the organization in nature of work and the working atmosphere. ഫോർമൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് സാധാരണ നമ്മൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ ചെന്നാല് ഇങ്ങനെയുള്ള ഫോർമലി നമ്മൾ എന്താണ് ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കാറുണ്ട്, അല്ലെ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓർഗനൈസേഷനിലെ ആ നേച്ചർ അല്ലെ വർക്ക്, നേച്ചർ ഓഫ് വർക്ക്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ formal induction training എന്ന് പറയുന്നത്. This process generally requires a lot of time from the top officials as it requires them to study the need of the new entrants and then satisfy the same. എന്താ പറയുന്നത്? Understand the new employees needs. ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ നീഡ്സ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ എന്താണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിയൊക്കെ ഉണ്ടാവും, നെർവസ് ആയിരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ എന്ത് ജോബാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കാം, അതുപോലെ തന്നെ മേലധികാരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ എന്താണ് ഹാർഡായിട്ട് സംസാരിക്കാം അല്ലെ, നമുക്ക് അങ്ങനെയുള്ളൊരു പേടി. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എങ്ങനെയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പേടികള് ഭയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ഉയർത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ഫോർമൽ ആയിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഫോർമലി കൊടുക്കുന്ന ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അവരുടെ പേടികൾ ഉണ്ടെങ്കിൽ ആ പേടി കുറച്ചുകൊണ്ട് അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളവരോട് പെരുമാറാനായിട്ട്. അങ്ങനത്തെ ട്രെയിനിങ് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. ബട്ട് ഇറ്റ് പ്രൂവ്സ് ബെനിഫിഷ്യൽ ഇൻ ലോങ് ടേം. It has this process enable the new employees to commit less number of mistakes during their work period and develop their good unity with the others. During the formal orientation, the new recruiters come to know about the most appropriate persons to contact for different sets of work-related problems. അപ്പൊ എന്താണ് അത് നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നതിലൂടെ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇംപ്രൂവ് ആവാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ എറേഴ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ എറേഴ്സ് കുറയ്ക്കാനായിട്ടും ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡെവലപ്പ് ഗുഡ് ടീം വർക്ക് അല്ലെങ്കിൽ യൂണിറ്റി, നല്ല രീതിയിലുള്ള ഒരു ടീം വർക്കോടുകൂടി ഒരു യൂണിറ്റി അല്ലെ യൂണിറ്റിയോട് കൂടിയിട്ട് എല്ലാം ചെയ്യാനായിട്ടും ഇങ്ങനെയുള്ള ഫോർമൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോ ഇനി ഏതെങ്കിലും ഒരു വർക്ക് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. അവരെ എന്താണ് ചിലപ്പോൾ ചീത്ത പറയാതെ സാരില്ല, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം ചെയ്യാം, അങ്ങനെയുള്ള
ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരെ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇനി എന്താണ്, ദിസ് ഈസ് ദ പ്രോസസ് ഒഫീഷ്യൽസ് ഓഫ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ലൈക്ക് CEO, GM, functional or departmental heads, senior managers, line managers, etc. One of the advantages of a formal orientation program is that the company might be able to win the trust of employees at the initial stage, whereas the employee also feel it easy to understand the culture, working conditions, nature of work, etc. of the organizations. അപ്പോൾ ഈ ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? CEO, GM ആയിരിക്കും, അതുപോലെ തന്നെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കാം, സീനിയർ മാനേജേഴ്സ് ആയിരിക്കാം, ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ, ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ എന്താണ് എംപ്ലോയീസിന്റെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയാൻ പറ്റും, ഓർഗനൈസേഷന് കഴിയുന്നുണ്ട്. കാരണം എന്താണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഓരോ ഗൈഡൻസ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അപ്പൊ എന്താണ് ഒരു വിശ്വാസം കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം എംപ്ലോയീസിന് കിട്ടും, കാൻഡിഡേറ്റ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വീണ്ടും അതേസമയം ഇപ്പോ എംപ്ലോയീസിന്റെ ഒരു ഫീലിംഗ് എന്തായിരിക്കും, ഓരോ കാര്യങ്ങളും കമ്പനിയെ കുറിച്ചുള്ള വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് അറിയാൻ പറ്റും, അതുപോലെ തന്നെ കൾച്ചറിനെ കുറിച്ച് അറിയാൻ പറ്റും, നേച്ചർ ഓഫ് വർക്ക്, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിലൂടെ ഇതൊക്കെ എംപ്ലോയീസിന് അറിയാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, കമ്പനിക്ക് എന്താണ് വിശ്വാസം, എംപ്ലോയീസിന്റെ വിശ്വാസം നേടിയെടുക്കാനായിട്ടും എംപ്ലോയീസിന് എന്താണ് എന്തൊരു ഫീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൾച്ചർ, അതുപോലെ വർക്കിംഗ് കണ്ടീഷൻ, നേച്ചർ ഓഫ് വർക്ക്, ഇതിന്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസുകളും അവർക്ക് എംപ്ലോയീസിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിന്റെ ഫീലും വെരി ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫോർമൽ ഇൻഡക്ഷൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ ആണോ ഫോർമൽ ഓറിയന്റേഷൻ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല.